2 ദിവസമായി സംസ്ഥാനമാകമാനം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് PM ശ്രീ, പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരമാണ് ഇത് ഇപ്പോൾ ഇന്ത്യയിലാകമാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് 2020 പുറപ്പെടുവിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗം എന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവിടുത്തെ അധ്യാപന രീതി, അധ്യയന രീതി, ആ സ്കൂളുകൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ടതായിട്ടുള്ള അടിയന്തര സൗകര്യങ്ങൾ, ഇവയെല്ലാം സമഗ്രമായി പരിഷ്കരിക്കുന്നതിനും ഒരളവിൽ പറഞ്ഞാൽ മാതൃകാ സ്കൂളുകളായി ഇന്ത്യയിലാകമാനം കുറെയെങ്കിലും സ്കൂളുകൾ പ്രവർത്തിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചത്. ഇത് 2020 ദേശീയ വിദ്യാഭ്യാസ നയം എന്ന രീതിയിൽ കൊണ്ടുവന്നതായതുകൊണ്ട് ഇപ്പോൾ ഇത് ഇന്ത്യയിലാകമാനം നടപ്പാക്കി കഴിഞ്ഞിട്ട് 4-ലേറെ വർഷങ്ങളായി. പലപ്പോഴും പല സംസ്ഥാനങ്ങളും പല ഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത്. 2021 തുടങ്ങിയതായിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്, 1 വർഷം കഴിഞ്ഞ് തുടങ്ങിയവരുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലായി ഈ പദ്ധതി ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ഇതിനോടകം തന്നെ നടപ്പാക്കി കഴിഞ്ഞു. ഇതിൽ ഏറ്റവും അധികം താല്പര്യം കാണിച്ച് നടപ്പാക്കിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം കേന്ദ്രം പ്രഖ്യാപിച്ചതായിട്ടുള്ള BJP ഭരിക്കുന്ന കേന്ദ്രം പ്രഖ്യാപിച്ച ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ BJP തന്നെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മുൻപന്തിയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് BJP സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഇത് നടപ്പാക്കുന്നതിൽ കൂടുതൽ ജാഗ്രത കാട്ടുകയും നടപ്പാക്കി തുടങ്ങുകയും ചെയ്തു. ഇത് ഏതാണ്ട് ശരാശരി കണക്ക് പറയുമ്പോൾ ഒരു സ്കൂളിന് 1 കോടി രൂപയുടെ സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അവിടുത്തെ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം, വിദ്യാർത്ഥികളുടെ പൂർണ്ണമായിട്ടുള്ള പരിപോഷണം, അക്കാദമികപരമായും അല്ലാതെയുമുള്ള പരിപോഷണം, ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റ് പ്രവർത്തനങ്ങൾ, കായിക കലാവാസനകളെ പരിപോഷിപ്പിക്കുന്ന പരിപാടികൾ, ഇങ്ങനെ വളരെ സമഗ്രമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കേരള സംസ്ഥാനം 5 വർഷമായിട്ടും ഈ പദ്ധതി നടപ്പാക്കാനായി തയ്യാറായിട്ടില്ല. അതിനെ പറയുന്ന കാരണങ്ങൾ വളരെ രസകരമാണ്, ഒരളവ് വരെ, മറ്റൊരളവ് വരെ രാഷ്ട്രീയവുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് നടപ്പാക്കാതിരിക്കാൻ ഈ കഴിഞ്ഞ 5 വർഷങ്ങളായി പിണറായി സർക്കാരിന്റെ 1ാം ഘട്ടത്തിന്റെ അവസാന വർഷം ആണ് ഇത് വന്നതെങ്കിൽ പോലും 2ാം ഊഴം കിട്ടിയിട്ട് ഏതാണ്ട് അതും പൂർത്തിയാകാറായിട്ടും ഈ പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായി യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, ഇത് ദുരുദ്ദേശത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢോദ്ദേശത്തോടുകൂടി, വർഗീയ പ്രീണനം നടത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി, ചരിത്രത്തെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. ഇതിനകത്ത് BJPയുടെ ഒരു രഹസ്യ അജണ്ട ഉണ്ട് എന്ന രാഷ്ട്രീയ കാരണം പറഞ്ഞാണ് കേരളം ഉൾപ്പെടെ 2-3 സംസ്ഥാനങ്ങൾ ഇത് നടപ്പാക്കാതെ മാറിയിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട മറ്റ് 2 സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാളും തമിഴ്നാടും. ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ സഹായമാണ്. ഇത് നടപ്പാക്കാമെന്ന് ഉറപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കുകയുള്ളൂ എന്ന് അവർ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചെങ്കിൽ മാത്രമേ ഈ സാമ്പത്തിക സഹായം ലഭിക്കുകയുള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു ബ്ലോക്കിൽ 2 സ്കൂൾ എന്ന കണക്കിൽ 336 സ്കൂളുകൾക്ക്
ഇത് നടപ്പാക്കിയിരുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമായിരുന്നു. ഒരു ഏകദേശ കണക്കനുസരിച്ച് ഏതാണ്ട് ഈ തുടങ്ങിയ കാലം മുതൽ നടപ്പാക്കിയിരുന്നെങ്കിൽ ഇതോടകം ഏതാണ്ട് ഒരു 1200 കോടിയോളം രൂപ ഈ സ്കൂൾ വിദ്യാഭ്യാസ വികസനത്തിനായി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമായിരുന്നു എന്നാണ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കാരണങ്ങളാൽ ഈ കേരളം പുറംതിരിഞ്ഞു നിന്നതുകൊണ്ട് 5 പൈസ പോലും അതിൽ നിന്ന് ഇതുവരെ കേരളത്തിന് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോഴാകട്ടെ ഉണ്ടിരുന്നപ്പോൾ ഒരു വിളി വന്നു എന്ന് പറഞ്ഞതുപോലെ ഭരണം അവസാനിക്കാൻ ഇനി കഷ്ടിച്ച് 5-6 മാസങ്ങളുള്ളപ്പോൾ ഇപ്പോൾ ആവേശത്തോടുകൂടി സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ് നമുക്ക് ഈ PM-ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണം. സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി അമിത ആവേശത്തോടുകൂടി ഇപ്പൊ 2-3 ദിവസമായി വളരെ ഉത്സാഹത്തോടുകൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തു വന്നാലും ഈ പദ്ധതി നടപ്പാക്കണം. അദ്ദേഹം ഇതിനകത്ത് കാണുന്നത് സാമ്പത്തികമായ കുറെ സഹായം ലഭിക്കും എന്നതിലാണ് അദ്ദേഹത്തിന്റെ കണ്ണ്. അല്ലാതെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ചില സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. 10 വർഷം പിണറായി സർക്കാർ അധികാരത്തിലിരുന്നിട്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിനാകട്ടെ ഉന്നത വിദ്യാഭ്യാസത്തിനാകട്ടെ കാര്യമായ ഗുണപരമായ വർധന ഉണ്ടായിട്ടില്ല എന്നത് പകലുപോലെ വ്യക്തമാണ്. അത് പലവട്ടം ചർച്ച ചെയ്തുമാണ്. നാട്ടിലുള്ള കുട്ടികളെല്ലാം പഠിക്കുന്നതിനായി ഉപരിപഠനത്തിനായി കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലേക്കും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസം നമ്പർ 1 ആണ് എന്ന് ആവർത്തിച്ച് ഉരുവിടുന്നുണ്ട് സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും. സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ ഇല്ലാതായിട്ട് വർഷങ്ങളായി. ഇതുപോലൊരു സംഭവം അല്ലെങ്കിൽ അനുഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ടും നമ്പർ 1 ആണ് കേരളം വിദ്യാഭ്യാസ മേഖലയിൽ എന്നാണ് പുരപ്പുറത്ത് നിന്ന് 2 മന്ത്രിമാരും ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈകിയ വേളയിൽ ഇത് അംഗീകരിക്കാമെന്ന തീരുമാനം വന്നപ്പോൾ കോടാലി മറ്റൊന്നുമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ 2ാം കക്ഷിയായ CPI അതിതീവ്രമായ വികാരത്തോടുകൂടി ഇതൊരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ നേരിടുന്നതായ ഏറ്റവും വലിയ പ്രതിസന്ധി. അവർ പറയുന്നത് ആശയപരമായി ഈ പദ്ധതിയോടെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേരളത്തിൽ യോജിക്കാൻ സാധ്യമല്ല. അതിനകത്ത് BJPയുടെ നേരത്തെ സൂചിപ്പിച്ചുള്ള നിശബ്ദമായിട്ടുള്ള ചില അജണ്ടകളുണ്ട്, ഒളിച്ചു വച്ചിരിക്കുന്ന ചില ഉദ്ദേശങ്ങളുണ്ട്. ചരിത്രത്തെ മാറ്റിയെഴുതുന്നു, അതുപോലെ കാവ്യവൽക്കരണത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, മതേതര സ്വഭാവം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പാഠ്യക്രമം പരിഷ്കരിക്കുന്നു. അതുകൊണ്ട് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അതൊരു കാരണവശാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നൊരു നിലപാടാണ് CPI ഇപ്പോഴും തുടരുന്നത്. ഈ നിലപാട് തന്നെ ആയിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ പദ്ധതി നടപ്പായ വർഷം മുതൽ. എന്നാൽ ഇപ്പോൾ പതിവ് പോലെ വൈകി വന്ന വിവേകം പോലെ CPM-നും ഏതായാലും ഇതങ്ങ് നടപ്പാക്കി കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹവുമായി രംഗത്ത് വന്നിരിക്കുന്നു. അപ്പോൾ CPI പറയുന്ന നയപരമായ ഒരു പ്രശ്നമാണ്. സാധാരണ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ ചർച്ച ചെയ്യേണ്ടതാണ്. എല്ലാ പാർട്ടികളുടെയും സമ്മതത്തോടുകൂടി മാത്രമേ ഇതുപോലെയുള്ള ഒരു ദേശീയ പദ്ധതി, വിവാദങ്ങൾക്കിടയാക്കിയിട്ടുള്ള പദ്ധതി നടപ്പാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യം നിലനിർത്തണം എന്നുണ്ട് എങ്കിൽ ഇത് സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ഒരു ചർച്ച ഇനിയും നടത്തണം. നയപരമായ തീരുമാനം എന്ന രീതിയിൽ ഇത് നടത്തണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഏകാഭിപ്രായത്തോടുകൂടി വരണം. എന്നാൽ CPM പറയുന്നത് ഇത് എന്തെല്ലാം എതിർപ്പുണ്ടായാലും നടപ്പാക്കിയേ പറ്റുള്ളൂ, കാരണം കോടികളുടെ സഹായം നമുക്ക് ലഭിക്കാനുള്ളതാണ്. അപ്പോൾ സാമാന്യമായി കേവലമായ ഒരു ചോദ്യമുണ്ട്, ഇതിപ്പോഴാണോ തോന്നുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഈ പദ്ധതി നടപ്പാക്കിയപ്പോൾ തന്നെ ഇവിടെയും ആരംഭിച്ചിരുന്നെങ്കിൽ എത്രയോ കോടി രൂപയുടെ സഹായം നമുക്ക് ലഭിക്കുമായിരുന്നു. ഇനിയും 5 മാസക്കാലം കൊണ്ടാണോ ഇത് നടപ്പാക്കാൻ പോകുന്നത് എന്ന വളരെ സാധാരണമായിട്ടുള്ള ഒരു ചോദ്യം, അതിന് വേണ്ട രീതിയിൽ ഉത്തരം നൽകാൻ കഴിയാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വലിയേട്ടൻ
ഈ CPM-ഉം അതുപോലെ CPM-ന്റെ നേതാക്കളും അല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. CPM-ന്റെ ആയിട്ടുള്ള പല നേതാക്കളും പറയുന്നത് നമുക്ക് എന്തായാലും ഈ പണം നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, പണത്തിലാണ് നോട്ടം. നമുക്കറിയാം, സർക്കാരിന്റെ ഈ അവസാന കാലത്ത് സർക്കാരിന്റെ ഖജനാവുകളൊക്കെ കാലിയായി കിടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇറങ്ങിപ്പോകാൻ പോകുന്ന സമയത്ത് വലിയ വലിയ വാഗ്ദാനങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വരികയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു, കുടിശ്ശികയായി കിടക്കുന്ന DA അനുവദിക്കാൻ പോകുന്നു. അങ്ങനെ ഒരുപാട് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടാനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണം വേണം. അപ്പോൾ അവിടെ ഇവിടെയായി ചില ചോദ്യങ്ങളുണ്ട്. ഇത് വകമാറ്റി ചെലവാക്കുന്ന പതിവനുസരിച്ച് കേന്ദ്രത്തിൽ നിന്ന് ഈ പണവും കിട്ടി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി PR വർക്കിന് വേണ്ടിയും സദസ്സുകൾ നടത്തുന്നതിന് വേണ്ടിയും മഹാമേളകൾക്ക് വേണ്ടിയും ചെലവഴിക്കുമോ എന്ന് പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെയുള്ള പല ആളുകളും ചോദിക്കുന്നുണ്ട്. അതിന് വ്യക്തമായ ഉത്തരം നൽകാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. CPI ഇപ്പോഴും ഇത് ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ നിബന്ധനകൾ മുഴുവൻ അംഗീകരിച്ചെങ്കിൽ മാത്രമേ കേന്ദ്രം ഈ സഹായം നൽകുകയുള്ളൂ. അത് പ്രൈം മിനിസ്റ്റർ ബ്രാൻഡിങ് എന്ന് പറയുന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. പ്രധാനമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടെ ഈ സ്കൂളുകളിൽ പ്രദർശിപ്പിക്കണം. അതുപോലെ പല വ്യവസ്ഥകളുണ്ട്, അതൊക്കെ പാലിക്കണം. അതൊക്കെ പാലിക്കണമെന്നുണ്ടെങ്കിൽ, നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഗൃഹപാഠം ചെയ്തിരിക്കണം, മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണം. അല്ലാതെ ഇപ്പോൾ തന്നെ അധ്യയന വർഷത്തിന്റെ 2025-26 അധ്യയന വർഷത്തിന്റെ പകുതി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും എങ്ങനെയാണ് ഈ വർഷം ഇത് നടപ്പാക്കാൻ കഴിയുക? അടുത്ത അധ്യയന വർഷം ആകുമ്പോഴത്തേന് സർക്കാർ മാറി. പുതിയ തെരഞ്ഞെടുപ്പ് 2026 ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോവുകയാണ്. 2026 അധ്യയന വർഷം ജൂണിൽ ആരംഭിക്കുമ്പോൾ ഒരു പുതിയ സർക്കാരാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 4-5 മാസം കൊണ്ട് ഇതിന്റെ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാമെന്ന് വിചാരിക്കുന്നത് പ്രായോഗികമായി ശരിയുമല്ല. എന്തെങ്കിലും ഉഡായിപ്പ് കാട്ടി കേന്ദ്രത്തിൽ നിന്ന് കോടികൾ നേടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ കേന്ദ്രം അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു മനോഭാവത്തിലല്ല. എന്തെങ്കിലുമൊക്കെ കള്ളക്കടലാസുകൾ കൊണ്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ നടപ്പാക്കി കളയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നാൽ നേരെ കയ്യിൽ പണം വെച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാട് കേന്ദ്ര ഗവൺമെന്റിന് ഇല്ല. കേന്ദ്ര ഗവൺമെന്റ് വളരെ സൂക്ഷിച്ചു മാത്രമേ ഇത് കൈകാര്യം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഒടുവിൽ ഒരു പക്ഷേ CPM-ന് തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുമ്പോൾ പറയേണ്ടി വരും, ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി ഇവിടെ വിദ്യാഭ്യാസം പരിഷ്കരിക്കാനായി ശ്രമിച്ചിട്ട് കേന്ദ്രം ഞങ്ങൾക്ക് അനുവാദം തന്നില്ല, പണം തന്നില്ല. പറയാതെ തന്നെ വേണമെങ്കിൽ പറയും CPI ഘടകകക്ഷിയും വേണ്ട രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വിലപിക്കേണ്ടതായി വരും. എന്തായാലും ഇത്തരത്തിൽ വൈകി തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ഫലമായി ഇതിൽ മാത്രമല്ല മറ്റ് പല ഇനങ്ങളിലും കേരളത്തിന് കിട്ടാവുന്നതായിട്ടുള്ള കോടികളുടെ സഹായം ഈ കഴിഞ്ഞ 10 വർഷമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വ്യാജ തത്വസംഹിതയുടെ പേജിൽ അടിസ്ഥാനമില്ലാത്തതായിട്ടുള്ള ചില തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ വിപ്ലവ വീര്യം പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ പല മേഖലകളിൽ ലഭിക്കാനുള്ള സഹായം നഷ്ടപ്പെടുത്തി കളയുന്നത് ധാർമ്മികമായി ശരിയാണോ എന്ന് CPM പ്രത്യേകിച്ച് ഒരു സ്വയപരിശോധനയ്ക്കും സ്വയവിമർശനത്തിനും തയ്യാറാകണം. എന്തൊക്കെ പറഞ്ഞാലും ഇനിയും ഈ വർഷം ഇത് നടപ്പാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ കുറെ ചർച്ചകളൊക്കെ നടത്തി ഞങ്ങൾ ശ്രമിച്ചു എന്നിട്ടും കേന്ദ്രം അവഗണിച്ചു എന്ന് പറയാനുള്ള മറ്റൊരു കാരണം കൂടിയായി ഇത് മാറാനാണ് സാധ്യത. വരുന്ന 6 മാസങ്ങൾക്കുള്ളിൽ ഈ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് ഈ 1200 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് അല്പം കടന്ന കൈയാണ്. അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. പിന്നെ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രചരണ ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് BJP-യെ കുറ്റപ്പെടുത്തുന്നതിനും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നതിനും ഒക്കെ സാധിക്കുമെന്ന് മാത്രമേ ഇതുകൊണ്ട് നേടാൻ കഴിയുകയുള്ളൂ എന്നാണ് സാധാരണ ജനങ്ങളും പൊതുസമൂഹവും കരുതുന്നത്. വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന സംസ്ഥാനമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇത്തരം കാര്യങ്ങളോടുള്ള സമീപനത്തിൽ കുറെ കൂടെ വിവേകം കാണിക്കണം എന്നാണ് പൊതുസമൂഹത്തിന് ഭരണകർത്താക്കളോട് പറയാനായിട്ടുള്ളത്.